ആകാശച്ചുഴിയിൽപ്പെട്ട എയർ ഇന്ത്യ ദില്ലി ഫുക്കറ്റ് വിമാനത്തിലെ 2 പൈലറ്റുമാരിൽ ഒരാൾ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തൽ. പരിശോധനാ ഫലം പോസിറ്റീവാണ്. അന്വേഷണം പൂർത്തിയാകും വരെ 2 പൈലറ്റുമാരെയും ജോലിയിൽ നിന്ന് നീക്കം ചെയ്തതായി എയർ ഇന്ത്യ അറിയിച്ചു. ഈ മാസം 4-ലാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും. അഭിനന്ദ്, ഇപ്പോൾ ഉത്തേജക മരുന്ന് ഒരു പൈലറ്റ് ഉപയോഗിച്ചു എന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, DGCA പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരമാണ് ഇപ്പോൾ പൈലറ്റുമാരിൽ ഒരാൾ ഉത്തേജക മരുന്ന് അത് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മാസം 4-ലാണ് ഈ ആകാശ ചുഴിയിൽ എയർ ഇന്ത്യ വിമാനപ്പെടുന്നത്. ദില്ലി ഫുക്കറ്റ് വിമാനമായിരുന്നു. 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 300 അടി താഴ്ചയിലേക്ക് അത് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം 17 പേർക്കാണ് പരിക്കേറ്റതിനകത്ത് DGCA അന്വേഷണം പ്രഖ്യാപിച്ചു. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് നേരിട്ട് നിർദ്ദേശം നൽകിയായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ചത്. പോസ്റ്റ് അറൈവൽ ഡോപ്പാമിൻ ടെസ്റ്റിനകത്താണ്, അതായത് തിരിച്ച് വിമാനം എത്തിയ സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഒരു പൈലറ്റിന് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ എയർ ഇന്ത്യ ഇതുവരെയും അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. എയർ ഇന്ത്യക്ക് വിവരം ലഭിച്ചില്ല എന്നാണ് നിലവിൽ പറയുന്നത്. പക്ഷേ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുമെന്നും ഈ അന്വേഷണം അവസാനിക്കുന്നത് വരെ 2 പൈലറ്റുമാരെയും ജോലിയിൽ നിന്നും നീക്കം ചെയ്തതായിട്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഉത്തേജക മരുന്ന് അത് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു അപകടം അതുണ്ടായത് എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ DGCയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത്. എയർ ഇന്ത്യ അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അന്വേഷണത്തിന്റെ നിർദ്ദേശപ്രകാരം പൈലറ്റുമാരെ മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ് അറൈവൽ ഡോപ്പാമിൻ ടെസ്റ്റിലാണ് ഉത്തേജക മരുന്ന് അത് വൻതോതിൽ ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സ്മൃതി, ശരി. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.